Radio Lime News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വാട്ടർഫോർഡിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ മലയാളി യുവതിയെ കണ്ടെത്തി. വാട്ടർഫോർഡ് കമ്മ്യൂണിറ്റി നടത്തിയ അതിതീവ്ര തിരച്ചിലുകൾക്ക് ശേഷമാണ് ഡബ്ലിനിലെ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിനിയായ സാന്റ മേരി തമ്പിയെ കണ്ടെത്തിയത്. യുവതിയുടെ വീടിന് സമീപത്തുള്ള റൗണ്ട് എബൌട്ടിന് സമീപം അവശനിലയിൽ ഒരാൾ കിടക്കുന്നുണ്ടെന്ന് പോലീസ് വംശജർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാർഡയും തിരച്ചിൽ സംഘവും ചേർന്നാണ് യുവതിയെ കണ്ടെത്തിയത്. ശരീരത്തിൽ നേരിയ പരിക്കുണ്ട്. യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 6:15 നടക്കാൻ പോയ സാന്റയുടെ പതിവ് സമയം കഴിഞ്ഞിട്ടും തിരികെ വരാത്തതിനെ തുടർന്നാണ് കുടുംബം നടത്തിയ തിരച്ചിലിനിടെ യുവതിയുടെ ഫോൺ വീട്ടിലെ ചെരുപ്പ് സ്റ്റാൻഡിൽ നിന്നും ലഭിച്ചത്. ഇതേ തുടർന്നാണ് കുടുംബം വിവരം സുഹൃത്തുക്കളെയും ഗാർഡയെയും അറിയിച്ചത്. മാധ്യമങ്ങളും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും സംഭവം വാർത്തയാക്കിയതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ തിരച്ചിലിന് പങ്കാളികളായി. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ റെസ്ക്യൂ 117 ടീം ആകാശ നിരീക്ഷണം നടത്തി. പക്ഷേ തിരച്ചിൽ ആദ്യഘട്ടത്തിൽ വിഫലമായിരുന്നു. ഇതിനിടെയാണ് നിർണായക സന്ദേശം ലഭിക്കുന്നത്. മുൻമന്ത്രി നദീം ഡോറിസ് കൺസർവേറ്റീവ് പാർട്ടി വിട്ട് റീഫോം യുകെയുടെ ഭാഗമായതോടെ മുതിർന്ന ടോറി നേതാക്കൾ തന്റെ പാർട്ടിയുടെ ഭാഗമാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാവ് നിഗൽ ഫരാഗെ. ബോറിസ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന നദീം ഡോറിസ് ബർമിംഗ്ഹാമിൽ നടന്ന പാർട്ടി സമ്മേളനത്തിലാണ് റീഫോമുമായി കൈകോർത്തത്. ടോറി പാർട്ടി മരിച്ചെന്നും അവർ പറഞ്ഞു. കൂടുതൽ പേർ റീഫോമിന്റെ ഭാഗമാകണമെന്നും അവർ ആഹ്വാനം ചെയ്തു. നിരവധി പ്രമുഖ നേതാക്കൾ നിലവിൽ റീഫോം യുകെയിൽ ചേർന്നു കഴിഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിൽ റീഫോം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നുമാണ് പ്രവചനം. ഏതായാലും പരിചയസമ്പന്നരായ നേതാക്കളില്ലെന്ന പ്രശ്നം ഇനിയുണ്ടാകില്ലെന്നാണ് റീഫോം യുകെ നേതൃത്വം പറയുന്നത്. കൂടുതൽ പേർ പാർട്ടിയുടെ ഭാഗമാകുമെന്ന പ്രതീക്ഷയിലാണ് റീഫോം യുകെ. ദുരൂഹമായ രാസവസ്തുക്കളടങ്ങിയ ഒരു പാക്കറ്റ് കണ്ടെത്തിയതിനെ തുടർന്ന് ഹിത്രൂ വിമാനത്താവളത്തിന്റെ ടെർമിനലിൽ നിന്നും യാത്രക്കാരെ ഒഴിപ്പിച്ചു. ഇതിനെ തുടർന്നുണ്ടായ മാസ് ഹിസ്റ്റീരിയ കാരണം 21 പേർക്ക് മെഡിക്കൽ ചികിത്സ നൽകേണ്ടതായും വന്നു. അപകട സാധ്യതയുള്ള രാസവസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് ടെർമിനൽ 4 3 മണിക്കൂറോളമാണ് അടച്ചിട്ടത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് ശേഷമായിരുന്നു സംഭവം. അഗ്നിശമന സേനാംഗങ്ങളും ആംബുലൻസും സ്ഥലത്തെത്തിയിരുന്നു. 21 പേരെയാണ് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പാരാമെഡിക്സ് പരിശോധിച്ച് ആവശ്യമായ ചികിത്സകൾ നൽകിയത്. അതിൽ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പാക്കറ്റിലെ രാസവസ്തു ചോർന്നതായി സംശയിക്കുന്നുണ്ട്. അതേസമയം അപകടകരമായ വസ്തുതകൾ അല്ല കണ്ടെത്തിയതെന്നും വിമാനത്താവളത്തിലുണ്ടായത് ഒരു സമൂഹ വിഭ്രാന്തിയായിരുന്നെന്നും മെട്രോപൊളിറ്റൻ പോലീസിന്റെ വക്താവ് അറിയിച്ചു. രാത്രി 8 മണിക്ക് ശേഷം ടെർമിനൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഫ്രഞ്ച് പാർലമെന്റിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പ്രധാനമന്ത്രി ഫ്രാൻസോ ബെയ്റോ രാജിവെച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ 4 പ്രധാനമന്ത്രിമാർ ഭരിച്ച ഫ്രാൻസിൽ ഇതോടെ പുതിയ രാഷ്ട്രീയ അസ്ഥിരത ഉടലെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 9 മാസമായി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുന്ന ബെയ്റോ കൊണ്ടുവന്ന ചെലവ് ചുരുക്കൽ പദ്ധതിക്കെതിരെ നാഷണൽ അസംബ്ലി വോട്ട് ചെയ്തതോടെയാണ് രാജി അനിവാര്യമായി മാറിയത്. 2017 ഇമ്മാനുവൽ മാക്രോൺ പ്രസിഡന്റായതിനു ശേഷം രാജിവെച്ചൊഴിയുന്ന 6ാമത്തെ പ്രധാനമന്ത്രിയാണ് ബെയ്റോ. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിനേറ്റ ഒരു തിരിച്ചടി തന്നെയാണിത്. 573 അംഗ പാർലമെന്റിൽ 364 പേരാണ് വിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തത്. രാജ്യത്തിന്റെ ദേശീയ കടം കുതിച്ചുയർന്ന ഘട്ടത്തിലായിരുന്നു കടുത്ത ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് ബെയ്റോ തിരിഞ്ഞത്. അധികാരത്തിൽ തുടരാൻ കടുത്ത പോരാട്ടം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും തിങ്കളാഴ്ച രാത്രിയോടെ ഗവൺമെന്റിന്റെ പതനം ഉറപ്പായിരുന്നു. ഇന്ന് അദ്ദേഹം പ്രസിഡന്റിന് തന്റെ രാജി സമർപ്പിക്കും. ഫ്രാൻസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് അധികാരത്തിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇത്രയും ദയനീയമായ രീതിയിൽ സ്ഥാനം നഷ്ടപ്പെടുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടർ നൽകിയ കേസിൽ റാപ്പർ വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ രാവിലെ 9:30 വേടനെത്തിയത്. ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യത്തിന്റെ കരുത്തിലാണ് പ്രതി സ്റ്റേഷനിൽ ഹാജരായത്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കും. 2 വർഷത്തിനിടെ 5 തവണ ലൈംഗികമായി പീഡിപ്പിക്കുകയും സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു എന്നാണ് പരാതി. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ കോഴിക്കോട്, കൊച്ചി, ഏലൂരിലെ സുഹൃത്തിന്റെ വീട്, തന്റെ ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചതായാണ് യുവ ഡോക്ടറുടെ ആരോപണം. കേസ് രജിസ്റ്ററിന് പിന്നാലെ ഒളിവിൽ പോയ വേടൻ മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷമാണ് പുറത്തിറങ്ങിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ. 2026 ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ സ്പെയിനിന് വമ്പൻ വിജയം. തുർക്കിയെ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാർ തകർത്തു. മത്സരത്തിൽ സ്പാനിഷ് ടീമിന് വേണ്ടി നാഷണൽ സൂപ്പർ താരം മൈക്കൽ മെറിനോ ഹാട്രിക് നേടി മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ 15 വർഷത്തിനിടെ സ്പെയിനിന് വേണ്ടി ഹാട്രിക് നേടുന്ന 2ാമത്തെ മിഡ്ഫീൽഡറാണ് മെറിനോ. ഇതിനു മുമ്പ് 15 വർഷങ്ങൾക്കിടെ ഇസ്കോ മാത്രമാണ് സ്പെയിനു വേണ്ടി ഹാട്രിക് നേടിയ മിഡ്ഫീൽഡർ. 2018 അർജന്റീനയ്ക്കെതിരായിരുന്നു ഇസ്കോയുടെ ഹാട്രിക്. നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു മിഡ്ഫീൽഡർ സ്പെയിനിനായി ഹാട്രിക് നേടുന്നത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.64 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.